അപ്പൊ അതിലൊരു ചോദ്യം അതാണ്, ഇവര് ഇത് വിളിക്കുന്നത് RSSന്റെ ആഗ്രഹം അതാണ്. കാരണം നിങ്ങളിപ്പോ നേരത്തെ ഉച്ചരിച്ചു RSS ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, ഇപ്പുറത്ത് അള്ളാഹു അക്ബർ അപ്പൊ ഇവർക്ക് പറയാം അവിടെ കണ്ട അള്ളാഹു അക്ബർ എന്നാണ് വിളിക്കുന്നത്, അപ്പൊ നമുക്ക് ജയ് ശ്രീറാം വിളിച്ചൂടെ? അപ്പൊ നമ്മളൊരു കമ്പാരിസൺ ചെയ്യും, 2 കോളം വരയ്ക്കുക. ഓരോരുത്തർ RSS എഴുതുകയാണ്, ഓരോരുത്തർ നമ്മൾ ജമാഅത്ത് ഇസ്ലാമി എഴുതുകയാണ്. ഇത് രണ്ടിന്റെയും സാമ്യങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ആഗോളതലത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രമല്ല. അതേ സമയത്ത് മറ്റോടത്ത് ആഗോളതലത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക. ഇത് രണ്ടും ഒന്നായി. രണ്ടും മെജോറിറ്റി അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഈ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൽ കൂടുതലുള്ള ആൾ അധികാരത്തിൽ എത്തുക എന്നാണല്ലോ. RSSൽ അങ്ങനെ അതിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു വോട്ടിങ്ങും ഇല്ല, അതിൽ മെജോറിറ്റി ഇല്ല, ഇപ്പുറത്തും ഇല്ല. ബാക്കി കാര്യങ്ങളിലെ സാമ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാമ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അതെ, അത് ആഗോള ഹൈന്ദവ വ്യവസ്ഥയാണ് ആത്യന്തികമായി RSSന്റെ ലക്ഷ്യം. പക്ഷെ ഭാരതത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് RSSന്റെ ലക്ഷ്യം. അത് ആഗോള തലത്തിൽ തന്നെയുള്ള ഒരു മാറ്റത്തിലേക്ക് നയിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ഇന്ത്യയിൽ ഈ മാറ്റം ഉണ്ടായതുകൊണ്ട് അഖണ്ഡ ഭാരതം എന്ന് വരുമ്പോൾ തന്നെ അതിൽ ഇന്ത്യ മാത്രമല്ല പെടുന്നത്. അഖണ്ഡ ഭാരതം മാത്രമല്ല, അഖണ്ഡ ലോകം കൂടി അവരുടെ സ്വപ്നമാണ്. അത് പിന്നെ ഒരു അടിസ്ഥാന ലക്ഷ്യമാണ്. അത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇന്ത്യയെ ഇസ്ലാമീകരിക്കുക എന്ന് മാത്രമല്ല, ലോകത്തെ തന്നെ ഇസ്ലാമീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ആദ്യ പടിയാണ് മുസ്ലിങ്ങളെ അവരുടെ ജീവിതത്തെ ഇസ്ലാമിനനുസരിച്ച് പരിവർത്തനം ചെയ്യുക. അപ്പം രാഷ്ട്രത്തെയും പരിവർത്തനം ചെയ്യേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഈ ഒരു കമ്പാരിസൺ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മെജോറിറ്റിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. മെജോറിറ്റേറിയൻ 2 സ്വഭാവമുണ്ട്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും RSS ആണെങ്കിലും അവർ മെജോറിറ്റേറിയൻ ആണ്. അതായത് സമുദായത്തിലെ ഭൂരിപക്ഷം, ഹൈന്ദവ ഭൂരിപക്ഷം, മുസ്ലിം ഭൂരിപക്ഷം, ഈ കാഴ്ചപ്പാട് 2 കൂട്ടരും. രണ്ടാമത്തത് 2 കൂട്ടരും താത്വികമായി മെജോറിറ്റിസം അംഗീകരിക്കണില്ല. മെജോറിറ്റിസം എന്ന് പറയുന്നത് നമ്മളെ രാഷ്ട്രീയത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഭൂരിപക്ഷത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ പടിയാണ് ഈ തെരഞ്ഞെടുപ്പും ഭൂരിപക്ഷം. അപ്പോൾ ഈ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അത് 51 ആളുകൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, 49 ആളുകൾ വേറൊന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഈ 49 ആളുകളായിരിക്കും യഥാർത്ഥത്തിൽ ശരി. എങ്ങനെ? ബുദ്ധിപരമായും ആശയപരമായും ധാർമ്മികമായും ശരി. അത് RSSന്റെ നിലപാടാണ്, ജമാഅത്തിന്റെ നിലപാടും അതന്നെ. അതുകൊണ്ട് ഈ 51 കഴുതകൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ 49 കഴുതകൾ എടുത്ത തീരുമാനമായിരിക്കും ചിലപ്പോൾ ശരി. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ എങ്ങനെ ഈ മെജോറിറ്റിസം എന്ന അതൊരു വെറും ഒരു എണ്ണം കൊണ്ടുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ അതിനെ 2 കൂട്ടരും അംഗീകരിക്കും. അതേപോലെ സ്ത്രീകളുടെ ഇത് വരുമ്പോൾ അതില് RSSനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളില്ലല്ലോ നേതാക്കന്മാരായിട്ട്. എന്ന് മാത്രമല്ല ഭാരത സ്ത്രീ, കുലസ്ത്രീ എന്നൊക്കെ പറയുന്ന അവരുടെ കൺസെപ്റ്റ് പറഞ്ഞാൽ സ്ത്രീ അടുക്കളയിൽ ഇരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ദൈവിക കൺസെപ്റ്റായിട്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിൻ്റെ സ്ത്രീകൾ നമുക്ക് വേദികളിലൊക്കെ കാണാം. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിലേ RSSനെ സംബന്ധിച്ച് അവരുടെ ആശയങ്ങൾ രൂപപ്പെട്ടതൊക്കെ ജാതീയതയിൽ നിന്നാണ്. സ്ത്രീ വിരുദ്ധതയും ജാതീയതയാണ് അടിസ്ഥാനം. ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെ ഏറ്റവും കടുത്ത പുഴുക്കുത്താനുള്ള ഈ 2 സംഗതികളും. അപ്പോൾ ആ സ്ത്രീ വിരുദ്ധതയും ബ്രാഹ്മണ്യവും ജാതീയതയും ഒക്കെ സ്വാഭാവികമായിട്ടും RSSലുണ്ടാവും. പക്ഷേ ഈ പദങ്ങളൊന്നും ആക്ഷേപിക്കപ്പെടാവുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയിലോ മറ്റ് മുസ്ലിങ്ങൾക്കിടയിലോ ഉണ്ടാവില്ല. പക്ഷെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുമ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി നേർക്കുനേരെ ഇപ്പോൾ സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിക്കുന്നു എന്ന് പറയാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ച് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം പല വേദികളിലും ജമാഅത്തെ ഇസ്ലാമിക്കാരായ സ്ത്രീകളുണ്ട്. പക്ഷെ വേറൊരു വിഷയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? അത് ആദ്യം മൗദൂദി സാഹിബിൻ്റെ പർദ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്.
ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്ത്രീകളോടുള്ള നിലപാടിനെ കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ പല ലോക സംസ്കാരങ്ങളിലും സ്ത്രീകളോടുള്ള സമീപനം എന്തൊക്കെയാണ്, അതിനേക്കാളും മെച്ചപ്പെട്ട സമീപനമാണ് ഇസ്ലാമിൻ്റെത് എന്നാണ് വരുത്താനാണ് ആ ഗ്രന്ഥം എഴുതിയുള്ളത്. പക്ഷേ അതിൻ്റെ ഓരോ പേജിലും സ്ത്രീ വിരുദ്ധതയാണ്. ഇപ്പോൾ വേറൊരു തമാശ, ഈ സ്ത്രീകളെ രംഗത്ത് വരുത്തുകയും വേദിയിലിരുത്തി പ്രസംഗിപ്പിക്കുകയും നിക്കാഹ് വേദികളിലൊക്കെ അവർക്ക് സ്ഥാനം കൊടുക്കുകയും മഹല്ലുകളിൽ അംഗത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ ജമാഅത്ത് ഇസ്ലാമി അവരുടെ പ്രബോധനങ്ങളിൽ വരുന്ന ചില ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ സ്ത്രീ വിരുദ്ധതയുടെ മനസ്സിലാക്കാൻ മുമ്പൊരിക്കലും ഒരാൾ ജമാഅത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരാൾ പിന്നെ സ്ത്രീകൾ അടുക്കള തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതി. അപ്പോൾ അത് തിരക്കടില്ലാത്ത ഒരു നല്ല മലയാള ഭാഷയിൽ നല്ലൊരു ആശയമാണല്ലോ. ഇപ്പം സ്ത്രീകൾ അടുക്കള തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്താ? സ്ത്രീകൾ ഇപ്പോൾ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതിന് പകരം അപ്പം അടുക്കള ഇവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പം ഈ അടുക്കള നിങ്ങൾ അതിലേക്ക് മടങ്ങി തിരിച്ചു പിടിക്കണം. അത് ഇപ്പോൾ സാറാ ജോസഫോ ആരോ മറ്റോ എതിർത്തിട്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ പോലും ഈ രണ്ട് സംഘടനകളും ഒരുപോലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തതിൽ ഒന്ന് മെജോറിറ്റേറിയൻ എന്നുള്ളതിൽ രണ്ടിനും അനുകൂലമായിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം, മറ്റേത് ഹിന്ദു രാഷ്ട്രം. ആഗോളതലത്തിൽ സാർവദേശീയ തലത്തിൽ സ്ത്രീ വിരുദ്ധതയുടെ കാര്യത്തിലും ഈ ജമാഅത്ത് അംഗീകരിക്കൂല എന്നുള്ള കാര്യത്തിലും അതായത് 49-51 എന്നുള്ള അതിനെ അംഗീകരിക്കൂല. അതെ, 49 കൈതകൾ പറയുന്ന ശരിയുടെ കൂടെ നിൽക്കുക, 51 കൈതകൾ പറയുന്നതിന്റെ കൂടെ. അതെ അതെ. അതുപോലെ പാർലമെന്റ്, അവിടെ നടക്കുന്ന ചർച്ചകള് അതൊക്കെ വെറുതാവിലാണ് ഗുരു ഗോൾവാർക്കറൊക്കെ എഴുതി വെച്ചത്. ജമാഅത്തിന് അതേ ആശയം തന്നെ മൗദൂദിക്കുള്ളത്. അതുപോലെ നമ്മൾ പറയുമ്പോഴേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ RSSരെ പറ്റി പറയൽ എന്താ വെച്ചാൽ അവരൊരു രജിസ്റ്റേർഡ് സംഘടന അല്ല, അവർക്ക് മറ്റേ ഭരണഘടന ഇല്ല എന്ന് പറയും. ഞങ്ങൾക്ക് ഭരണഘടന ഉണ്ട്. അവരുടെ ഭരണഘടന ഒരു നമ്മളന്ന് ഡിസ്കഷനിൽ പറഞ്ഞു, ഭരണഘടനയൊക്കെ ഒരു തട്ടിക്കൂട്ടാണെന്നല്ലേ ജമാഅത്തിന്റെ. RSSന് ഭരണഘടന ആവശ്യമില്ല. RSSന്റെ ആ സംഘ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ശാഖായോഗങ്ങൾ, അതിൻ്റെ സർച്ചംഘ് ചാലകവും അതുപോലെയുള്ള മറ്റ് അത് ഒരു പ്രത്യേക കേഡർ പാർട്ടിയാണ്. അവർ ഭരണഘടന ഇല്ല എന്ന് നമ്മൾ പറയണത് നമ്മളെ മുന്നിൽ ആരും ഭരണഘടന കൊടുന്ന് തരുന്നില്ല എന്നേ ഉള്ളൂ. അവർക്ക് അവരുടേതായ പ്രവർത്തന രീതി ഉണ്ട്, അതിനാണല്ലോ ഈ ഭരണഘടന എന്ന് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ആദ്യകാലത്ത് ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. അവർ 56-ലാണ് അത് പുതുക്കിയത്. 56-ൽ പുതുക്കിയ ആ ഭരണഘടന അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭരണഘടന 56-ൽ പുതുക്കി ആ ഭരണഘടനയിൽ ഇഖാമത്തു ദീൻ എന്നതാണ് അവർ ലക്ഷ്യമാക്കി പറഞ്ഞത്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഹുക്കൂമത്തെ ഇലാഹി അവർ ഉപേക്ഷിച്ചെങ്കിലും ഇഖാമത്തു ദീനിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നീങ്ങണത്. പക്ഷേ അവർ തുടക്കം മുതൽ ഒരു മതസംഘടനയായിരുന്നു. അവർക്ക് കുറച്ച് രാഷ്ട്രീയം അധികം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇല്ലാന്ന്, രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇന്നതല്ല. ഇന്ന് ജമാഅത്ത് ഇസ്ലാമി പള്ളിയിൽ മാത്രമാണ് മതസംഘടനയായിട്ട് നിൽക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ അവിടെ കേൾക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ വളരെ തീവ്രമായ ഇസ്ലാമിനെ അവർ കേൾപ്പിക്കും. പുറത്ത് അവർക്ക് പ്രബോധനം വായിച്ചാൽ പോലും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മതമൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ മാധ്യമത്തിലൊന്നും ഏതായാലും മതമില്ലല്ലോ. അപ്പോൾ മതം ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്ക് ആരാധനാ കാര്യങ്ങളിൽ ഒതുങ്ങുന്ന ഒരു മതമാണുള്ളത്. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ആക്ഷേപമായിരുന്നു മറ്റു സംഘടനകളെ പറ്റി ആദ്യകാലത്ത്. അതെ, മതത്തിൽ ഒതുങ്ങുന്നു, വെറും പൂജയായിട്ടും ആരാധനകളായിട്ടും ഒതുങ്ങി നിൽക്കുന്നു, എന്നാൽ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം എന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവര് വെൽഫെയർ പാർട്ടിക്ക് രാഷ്ട്രീയ ഇതൊക്കെ വിട്ടുകൊടുത്ത് അവര് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകളിൽ മാത്രം മതം പറയുന്ന ഒരു സംഘമായിട്ട് മാറി. അപ്പൊ രാഷ്ട്രീയത്തിൽ അവരുണ്ട്. മാത്രമല്ല അവരെ കൺസേൺ രാഷ്ട്രീയമാണ്.
മുൻഗണന രാഷ്ട്രീയമാണ്. മതമൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടൊക്കെ നിർവഹിച്ചാൽ മതി എന്നുള്ള ഒരു അതന്നെയാണ്. പക്ഷേ മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അത് പ്രസംഗിക്കുക എന്ന് പറഞ്ഞ, മതത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞ ദഅവത്ത് നടത്തുന്ന ഏർപ്പാടൊന്നും ഇന്ന് ജമാഅത്ത് ഇസ്ലാമി. നമ്മൾ ഇത്രയും ചർച്ച ചെയ്തില്ല, RSSഉം ജമാഅത്ത് ഇസ്ലാമി ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. എന്ന് മാത്രമല്ല പരസ്പര പൂരകങ്ങളാണ്. ഒന്നിന്റെ വളർച്ച മറ്റതിനെ സഹായിക്കും. ജമാഅത്ത് ഒരു ഭാഗത്തുനിന്ന് വളരുമ്പോൾ ജമാഅത്തിനെ ചൂണ്ടിയിട്ട് RSSന് വളരാം. RSS പുറത്ത് വളരുമ്പോൾ RSS നമ്മളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്തിനും വളരാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് രണ്ടും മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഒരു ചർച്ച ഉള്ളത് എന്താ വെച്ചാൽ, ഇവര് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മുസ്ലിം സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ഈ ദലിത് ബുദ്ധിജീവികളെ, അതുപോലെ തന്നെ മറ്റുള്ള സമുദായങ്ങളിലുള്ള ബുദ്ധിജീവികളൊക്കെ കൊണ്ടുവന്ന് സ്റ്റേജ് കൊടുക്കുന്നതും പ്രസംഗിപ്പിക്കുന്നതും സാംസ്കാരിക മേഖലയിൽ ഭയങ്കര ഇടപെടൽ, ഇവർ സിനിമ വരെ എടുക്കുന്നുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അതുവഴി അവർക്കൊരു പൊതുസമൂഹത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നുമില്ല, ഒരു സീറ്റ് കിട്ടുന്നില്ല. അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാരനെ മറ്റുള്ള ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ജമാഅത്തിന്റെ വേദികളിൽ ഇപ്പൊ എനിക്ക് സണ്ണി എം കപ്പിക്കാട് ഇവരുടെ ഒരു ആളാണ്. പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് ലാഹ ഗോപാലിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, സെബാസ്റ്റ്യൻ പോളിനെ പോലെ, ബാബു പോളിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവരുടെ ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ ജമാഅത്തിന് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു സീറ്റ് കിട്ടുന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം എന്താ? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. ജമാഅത്ത് ഇസ്ലാമി എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മതരംഗം വിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയം വിട്ട് മതത്തിൽ വരുന്നത്? അവരെ സംബന്ധിച്ച് അവരുടെ ആന്തരിക വൈരുദ്ധ്യമാണ് അതിന് കാരണം. ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മതപാർട്ടി. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയാണ് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം അവർ മൗദൂദി, മതം, പ്രവർത്തനം, പ്രബോധനം ഒക്കെ അവർ വേണ്ടെന്ന് വെച്ചു. പിന്നെ അവർ രാഷ്ട്രീയ രംഗത്താണ്. അപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ അവർക്ക് ഇല്ലല്ലോ, അവരില്ലല്ലോ, അവർ നാമമാത്രമായ ആളുകളെ ഉള്ളൂ. അതുകൊണ്ട് അവർ ഇടക്ക് കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ് അവരെ മാധ്യമങ്ങൾ, നല്ലൊരു പത്രം, നല്ലൊരു ചാനൽ, ഇത് വഴിയായിട്ട് ഈ പൊതുസമൂഹത്തിലെ സ്വീകാര്യതയുള്ള വലിയ വലിയ ആളുകളെ കൊണ്ട് ലേഖനം എഴുതിക്കുക, സെമിനാറുകളിൽ വിളിക്കുക, സിമ്പോസിയങ്ങൾ സംഘടിപ്പിക്കുക. ഇവർ തന്നെ ഇപ്പോൾ ഒരു 16 ആളുകൾ പ്രസംഗിക്കാണ്ടെങ്കിൽ 16 അന്യമതസ്ഥരോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരല്ലാത്തവരോ ആണെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അതിൽ അധ്യക്ഷം വഹിക്കുന്നു. അതോടുകൂടി അതെല്ലാം ശരിയായി. അല്ലെങ്കിൽ ഒരാൾ മാത്രം പ്രസംഗിക്കുന്നു. അപ്പം നോക്കുമ്പോൾ എന്താ കാണുക, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സെമിനാർ, അതിൽ ഇത്രയും ആളുകൾ ജമാഅത്തുകാരല്ല. ഇതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ സഹിഷ്ണുതല്ലേ അത് കാണിക്കണേ, ഇതുള്ള ആളുകൾ കാണുക. യഥാർത്ഥത്തിൽ ഈ ഒരാൾ മതി ആദ്യം പറഞ്ഞതൊക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ പണി. അപ്പം അവരെ വിളിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് അവരെന്താ ആശയം പറയണേ, അവർ പറയാനുള്ള വ്യക്തതയില്ല. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ പിടികൂടിയിട്ടുള്ള ഒരു രോഗം ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്, വ്യക്തതയുടെ അഭാവം. അതായത് ഞങ്ങളൊരു സാമുദായിക പാർട്ടിയാണോ, മതപാർട്ടിയാണോ, ഇനി അതല്ല ഞങ്ങൾ മതേതരത്വ പാർട്ടിയാണോ, ഒന്നും വ്യക്തമാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് നിലവിൽ സാധിക്കുന്നില്ല. ആദ്യം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെയും സുന്നി മുജാഹിദുകളെയും ഒക്കെ എതിർത്തിരുന്നു. അതേ പൊസിഷനിലേക്കാണ് ഇവരും വന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ അവരുടെ പൊള്ളത്തരം, അതായത് വ്യക്തത ഇല്ലാതായി. അതെ. പിന്നെ ഈ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ ഇവര്, ഞാൻ പറഞ്ഞല്ലോ, മറ്റു മതത്തിൽപ്പെട്ട ചിന്തകരൊക്കെ ഇവർ കൊണ്ടുവരും. ഇവർ എന്തെങ്കിലും ഒരു വർത്താനം ഇവരെ ഭാഗത്തുനിന്ന് വലതുപക്ഷമായി വന്ന ഉടനെ അയാളെ സംഖ്യയാക്കി മാറ്റാനും ഇവരെ ചാനലുകൾ ഉപയോഗപ്പെടുത്തും. അതുണ്ടാവും. അതായത് ആളുകളെ, ഇപ്പൊ പുലി വരുന്ന പുലി പറഞ്ഞ മാതിരിയാ, ആളുകളുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അയാൾ അങ്ങോട്ട് സംഖ്യയാണ് എന്നങ്ങ് പറഞ്ഞ് സംഖ്യ ആക്കിപ്പിക്കും വരും. അപ്പൊ അയാൾക്ക് തന്നെ തോന്നും ഇന്നത്തെ കാലത്ത് സംഖ്യ അല്ലാതെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പോരാട്ടമാണ്. ഇത്ര കഷ്ടം, ഞാനൊരു സംഖ്യയാണ് എന്ന് പറയാണ്, പിന്നെ എന്തിനെത്ര കഷ്ടപ്പെട്ട് ഞാൻ സംഖ്യ അല്ലാതെ കണ്ടെന്നാ പിന്നെ ഞാൻ സംഖ്യ തന്നെ. അങ്ങനെ സംഖ്യകളായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പൊതു വിഷയത്തെക്കുറിച്ച്, പൊതുവേദികളെ കുറിച്ച് പറയുമ്പോൾ ഈ അവരെ ചാനലും പത്രങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഈ സംഖ്യ പ്രയോഗം തീർച്ചയായിട്ടും ഉണ്ട്, അത് അവർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, എനിക്കൊക്കെ അനുഭവപ്പെട്ട മതപരമായ ചില ആക്ഷേപങ്ങളുണ്ട്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അയാൾ മുർത്തദ്ദാണ്, അല്ലെങ്കിൽ
ഒരു ഇസ്ലാം വിരുദ്ധമായ ഒരു ആശയം അയാളെ വിശ്വാസത്തെ തകർക്കുകയാണെങ്കിൽ അയാൾ കാഫിറാണ്. ഇതൊക്കെ ഒരു കാഫിർ, മുശ്രിക്ക്, മുർത്തദ്, സിന്ദീഖ് എന്ന് പറയും. അതായത് അകത്ത് വിശ്വാസമില്ലാതെ പുറത്തേക്ക് മാത്രം മുനാഫിക്കല്ല, അകത്ത് ഒട്ടും വിശ്വാസമില്ലാതെ പുറത്തേക്ക് വിശ്വാസിയായിട്ട് നടക്കുക. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിശ്വാസിയല്ല, വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസം പൂർണ്ണ രൂപത്തിൽ അകത്തില്ല, പുറമേക്ക് വേഷം ധരിക്കുന്നു മാത്രം. അപ്പോൾ ഇത്തരം പേരുകളൊക്കെ മുനാഫിക്ക്, സിന്ദീഖ്, മുർത്തദ്, കാഫിർ, മുശ്രിക്ക് തുടങ്ങിയ പദങ്ങളൊക്കെ ഈ സംഘികളാക്കുന്നത് മാത്രമല്ല, ഇതൊക്കെ ഇവരാക്കും, ഇതിലേക്കും ആളുകളെ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരിക്കൽ കാരശ്ശേരി മാഷ ഏതോ എഴുത്തിനെ അതിൻ്റെ പൂർണ്ണതയിലല്ല, അതിൻ്റെ ഒരു സത്യത എങ്ങനെ പശ്ചാത്തലത്തിൽ അങ്ങനെ എഴുതേണ്ടി വന്നത്, അതിനെ ഞാൻ അനുകൂലിച്ചപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മൗലവി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടുമൊപ്പം എന്നെ മുർത്തദും കാഫിറുമായി. അപ്പൊ ആളുകളെ സംഘിസത്തിലേക്ക് മാത്രമല്ല, മുർത്തദിലേക്കും കാഫിറിലേക്കും മുനാഫിക്കിലേക്കും ഒക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും കൂടിയാണ് അവര് മുസ്ലിം നാമധാരികൾ എന്നുള്ള ആ പ്രയോഗം കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഉച്ചരിച്ചത്. അതായത് ഇപ്പോൾ നിങ്ങളെ മുസ്ലിം നാമധാരിയാന്ന് പറയാം. കാരണം എന്താ, ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നടക്കുന്നില്ല, ഇസ്ലാമികമായി നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മുസ്ലിമാണ് പേര്, അപ്പോൾ നിങ്ങൾ മുസ്ലിം നാമധാരിയ. അപ്പം ഇത് കേട്ടാൽ ഇവരൊക്കെ മുസ്ലിങ്ങളാണ്, യഥാർത്ഥ മുസ്ലിങ്ങളാന്നുള്ള ഇവരാണ് യഥാർത്ഥ പതാകവാഹകര് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് തന്നെയാണ് മറ്റുള്ളവരെ ഇസ്ലാമെന്ന് പുറത്താക്കാൻ. അതായത് ഇവർ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടായിരിക്കും കാര്യങ്ങൾ പറയാം. പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരാൾ മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് പറയാം. ഒരു സമയത്ത് നമുക്ക് സലീം കുമാറിനെ ഒക്കെ അറിയണ്ടോ, നടൻ, അയാളെ ജനിച്ചത് മുതലേ കോൺഗ്രസ്സുകാരനാണ്. സിനിമയിൽ ഇരുന്ന് കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞ ആളാണ് സലീം കുമാർ. എന്ന് വെച്ചാൽ ഇടത് ചിന്താഗതിയുള്ള ആളുകളാണ് കലാരംഗത്ത് കൂടുതൽ. ആ സമയത്ത് പോലും തൻ്റെ അവസരം നഷ്ടപ്പെട്ടോട്ടെ എന്നാലും കോൺഗ്രസ് പറയുന്ന ആളാണ് സലീം കുമാർ. പുള്ളി മരിക്കുന്നതിന് 2-3 മാസം മുമ്പ് ഇങ്ങനെ ഏതോ ഒരു പ്രസംഗത്തിൽ ഈ കാരണവരെ ഭാഗത്ത് നിന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളാണ്, അവർ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് പറയാണ് സലീം കുമാറിന് ഇപ്പോൾ ഒരു കാരണവർ സിൻഡ്രം ഉണ്ട്, ഇത് വലതുപക്ഷ കാഴ്ചപ്പാടാണ്. അതിപ്പോൾ ആളുകൾക്ക് എന്താണ്, ഈ വലതുപക്ഷ കാഴ്ചപ്പാട് പോകുന്നത് എങ്ങോട്ടാണ്? RSSലേക്കാണ്. അപ്പോൾ സലീം കുമാർ RSSലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് എങ്ങനെയാണ് സലീം കുമാർ RSS ആയത് എന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇവരുടെ പരിപാടിയാണ്. അതോടുകൂടെ അയാളെ പൊതുസമൂഹം അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ സലീം കുമാർ ഇനി മുതൽ ഇപ്പം നാളെ MA കാരപ്പഞ്ചേരിയെ ഒരു മുനാഫിക്കായിട്ട് ചിത്രീകരിച്ചാൽ പിന്നെ സമൂഹം MA കാരപ്പഞ്ചേരിനെ മുനാഫിക്കായിട്ട് ഇന്ന മുർത്തദായിട്ട് അങ്ങനെ ആളുകൾക്ക് ചാപ്പടിച്ചു കൊടുക്കുന്ന പണി ഇവര് ഭയങ്കരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ചാപ്പടി ഈ അടുത്ത കാലത്താണ് അവർ തുടങ്ങിയത്. ആദ്യകാലത്ത് അവരുടെ ഒരു സമീപനം നിലവിലുള്ള മുസ്ലിങ്ങളാരും പൂർണ്ണ മുസ്ലിങ്ങളല്ലാതെ, കാരണം സമഗ്രമായ ഒരു സമ്പൂർണമായ ഇസ്ലാമിനെ ഇവരാരും സ്വീകരിക്കുന്നില്ല. സുന്നികള് തീർത്തും മതേതരത്വവാദികളാണ്. അപ്പോൾ ഇവരാണ് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾ. അപ്പൊ ഇവരാണ് പൂർണ്ണ മുസ്ലിങ്ങൾ, മറ്റുള്ളവരൊക്കെ അപൂർണ മുസ്ലിങ്ങളാണ്. ഈ മറ്റുള്ള ഇപ്പം മുജാഹിദിന്റെ ഒക്കെ പരിഷ്കരണം എന്ന് പറഞ്ഞത് അത് ഈ മാറാല തട്ടുന്നത് പോലെയുള്ള ഒരു വൃത്തിയാക്കലാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ വൈറ്റ് വാഷ് അടിക്കുന്ന ആളുകൾ അവരാണ് ഇതിനെ മാറാല തട്ടുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് കണ്ടിരുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ത് പരിഷ്കരണം അവിടെ നടത്തിയെന്നുള്ളത് തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു കാര്യം അവകാശപ്പെടാൻ പറ്റും. ഈ പ്രസിദ്ധീകരണ രംഗത്ത് മലയാള പ്രസിദ്ധീകരണ രംഗത്തൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് കാൽവെപ്പ് നടത്തിയിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ്. പിന്നീടാണ് മറ്റ് സംഘടനകൾ, ഇപ്പോഴും മറ്റ് സംഘടനകളാരും ഈ പുസ്തക നിർമ്മാണത്തിലൊന്നും ജമാഅത്തിനോട് അടുക്കില്ല. പിന്നെ ഒരു പത്രം തുടങ്ങി, അതിന് അതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒരു സാഹിത്യ സദസ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ സാഹിത്യം എന്താണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് അറിയും എന്ന് വിചാരിക്കരുത്. സാഹിത്യവും കലയിട്ടല്ല ബന്ധം. ഈ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഒക്കെ അണിനിരത്തിയിട്ട്
തങ്ങളൊക്കെ ഇതിൻ്റെ ആളുകളാണ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. സോഫ്റ്റ്വെയർ വേറെയാണ്. അതെ. ഇപ്പോൾ വലിയ വലിയ ആളുകളെ പത്രത്തിൻ്റെ തലപ്പത്തിലൊക്കെ PK ബാലകൃഷ്ണൻ, C രാധാകൃഷ്ണൻ പോലെയുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ബാബു പോള്, അതുപോലെ സെബാസ്റ്റ്യൻ പോള്, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ലേഖനങ്ങൾ വാങ്ങുക, അത് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇതിന് വായനക്കാരെ കിട്ടും. അതെ, വായനക്കാരും കിട്ടുന്നുണ്ട്. ഇത്തരം ആളുകൾ, എൻ്റെ ചോദ്യം എപ്പോൾ എൻ്റെ സംശയത, ഇത്തരം ആളുകൾ വരെ സദസ്സിൽ വരുന്നുണ്ട്. ഇവരെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനെ ഇത്തരം ആളുകളുടെ സദസ്സിൽ ഒരു പ്ലേസ് കിട്ടണില്ല, കസേര ഇല്ലല്ലോ. അപ്പൊ ആളുകൾക്കൊക്കെ ഇവരെ വ്യക്തമായിട്ട് വേർതിരിച്ച് ഒരു സുന്നിയുടെ സദസ്സിലും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കൊണ്ടുവരില്ല. എനിക്ക് ഓർമ്മയുണ്ട് 2011 നമ്മൾ ആ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായി. ഈ സംഭവം അന്നൊരു വാർത്ത മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചോദ്യം പുള്ളി ചോദിച്ചു. അതൊരു ലോക്കലായിട്ട് ഒതുങ്ങേണ്ട ഒരു ന്യൂസാണ്. അതിനെ കേരളം മൊത്തം കത്തിച്ച് നിർത്തിയത് ഈ പത്രമാണ്, ഇവരുടെ പത്രമാണ്. പിന്നീടാണ് ഇയാളുടെ കയ്യെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളെ വെട്ടിയത്. അപ്പൊ അവരെ കൊണ്ട് വെട്ടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ പത്രത്തിലെ ന്യൂസാണ്. അതുകൊണ്ട് അതിന് ശേഷം മുസ്ലിം ലീഗ് മുസ്ലിം സംഘടനകൾ വെച്ചൊരു യോഗം ചേർന്നു. എല്ലാ മുസ്ലിം സംഘടനകളും വിളിച്ചു. ജമാഅത്തിനെയും STPയെയും വേർതിരിച്ച് നിർത്താനുള്ള ഒരു വിവേകം അന്ന് മുസ്ലിം ലീഗ് തങ്ങൾ കാണുന്നത്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, തങ്ങൾ കാണിച്ചു അല്ലേ? അതായത് ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് ഈ പൊതുദൃശ്യതയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത്? അതേ കാരണം കൊണ്ട് തന്നെയാണ് ജമാഅത്തിനെ ഇവർ മാറ്റി നിർത്തുന്നത്. ജമാഅത്ത് ഇസ്ലാമി എത്ര ഓടി നടന്നാലും അതിൻ്റെ അടിസ്ഥാന ആശയത്തിൽ നിന്ന് അവർ പരസ്യമായി പിൻവാങ്ങാത്ത കാലത്തോളം, അവരുടെ വെള്ളിയാഴ്ച പ്രസംഗങ്ങളിൽ അത് തികട്ടി വരുന്ന കാലത്തോളം ഈ ആശയത്തിൽ നിന്ന് അവർക്ക് മാറ്റമല്ല എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അത് നമ്മൾ വേർതിരിച്ച് കാണണം. ഈ വലിയ ആളുകൾ, ഇപ്പോൾ സെബാസ്റ്റ്യൻ പോള് പോലുള്ള ആളുകൾ, പിന്നെ വലിയ വലിയ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും ഒക്കെ പങ്കെടുക്കും, പിന്നെ പത്രങ്ങളിലൊക്കെ എഴുതും. അവർ ജമാഅത്തിന് വേണ്ട മാതിരി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചില ആളുകളായിട്ട് പുറമേക്ക് പറയുന്ന ആളുകൾ തന്നെയാണ് ജമാഅത്ത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതല്ല, ഇവരുടെ സോഫ്റ്റ്വെയർ എന്താണെന്ന് അവർ മനസ്സിലാക്കി. എൻ്റെ ഒരു അനുഭവം ഇവിടെ ഈ മൈക്കിലൂടെ പറയാൻ പറ്റുന്ന ഒരു അനുഭവം, K വേണുവുമായിട്ട് ഞാൻ കുറേ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു. K വേണു മാധ്യമം ആശുപതിപ്പിലും മറ്റുമായിട്ട് ലേഖനങ്ങളും എഴുതിയിരുന്നു. അദ്ദേഹം മനസ്സിലാക്കാത്ത ഒരു ജമാഅത്ത് ഇസ്ലാമിയാണ് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ മൗദൂദിയൻ ഫിലോസഫി എന്താണെന്ന് വേണു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു ബുദ്ധിജീവി എഴുതുക എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് അത് മുതൽക്കൂട്ടാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി, അവരുടെ ഫിലോസഫി എന്താണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി വേണു അത്തരത്തിലുള്ള ബന്ധങ്ങൾ പിന്നെ വിച്ഛേദിക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ നമ്മൾ സെബാസ്റ്റ്യൻ പോളിനെ പറ്റി പറഞ്ഞാലും മറ്റുള്ള അവർക്കൊന്നും ജമാഅത്ത് ഇസ്ലാമി യഥാർത്ഥത്തിൽ എന്താണ് കുറിച്ച് ഒരു കാര്യത്തെപ്പറ്റി 2 ചോദ്യം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്താണ്, ജമാഅത്ത് ഇസ്ലാമി എന്താണ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹഖീഖത്ത്, അങ്ങനെ ഉസ്താദുമാരെ ഭാഷയിൽ പറഞ്ഞത്, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകാത്ത കാലത്തോളം. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആളെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. അവർക്ക് നല്ല ബുദ്ധിജീവികളാണ്, ആഴത്തിലുള്ള അറിവും വായനയുണ്ട്. അവർക്ക് ജമാഅത്ത് എന്താണെന്നും അറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്താന്നുള്ളത് കൃത്യമായിട്ടറിയാം. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആശയങ്ങളെ പറ്റി മാത്രം ദിവസങ്ങളോളം മാസങ്ങളോളം ലേഖനങ്ങൾ എഴുതാൻ മാത്രമുള്ള സാമർഥ്യം അവർക്കുണ്ട്. എന്നാലും അവർ ജമാഅത്തുമായി അസോസിയേറ്റ് ചെയ്യുന്നു. എന്താ കാരണം? അവർ സ്പേസ് സീക്കേഴ്സാണ്. അവർക്കൊരു ഇടം കിട്ടണം, എഴുതാനും ചാനലിൽ പ്രത്യക്ഷപ്പെടാനും മറ്റെന്തെങ്കിലും ഒരു ആശയപരമായ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അവർ അതേസമയം അവർ സംഘപരിവാറിനെ വിമർശിക്കുക, നഖശികാന്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു. അത് ആരായാലും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് മനസ്സിലാക്കാൻ സംഘപരിവാറിനെ കുറിച്ച് പഠിക്കാനുള്ള പ്രയാസം കൂടിയില്ല.
പക്ഷേ അവർ ഇങ്ങനെ നിൽക്കുന്നു. ഒരു വിഭാഗത അറിയാതെ തന്നെ ചില ആളുകളൊക്കെ നമ്മളോട് സംബന്ധിച്ചതാണ്. അപ്പോൾ എത്ര കാലം ജമാഅത്തിന് ഈ ഒരു മൂടുപടം ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. ഈ ആന്തരിക വൈരുദ്ധ്യം പല രൂപത്തിൽ പുറത്തു വരാറുണ്ട്. അത് ആ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോഴാണ് ഇത് ഒന്നായിട്ട് ആളുകൾക്ക് മനസ്സിലാകുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടി. അതായത് സാറ് പറഞ്ഞു വെക്കുന്നത് ഇത്രയാണ്: ജമാഅത്ത് ഇസ്ലാമിക്ക് സ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനം ഹുക്കുമത്തുൽ ഇലാഹി തന്നെയാണ്, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുക. പിന്നീട് അവരെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി പൊതുസമൂഹത്തിൽ പല സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു മൂടുപടം പോലെയാണ് ഇതെന്നാണ് പറയുന്നത്. മൂടുപടത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവരുടെ പഴയ ആശയങ്ങൾ തന്നെയാണ്. ആശയ വ്യക്തത വരുത്താതെ സമൂഹത്തിൽ പലതും പറഞ്ഞ് അവർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിയോട് അനുഭാവമുള്ള ആളുകൾ മറ്റുള്ളവരും ഈ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ചൊരു നിലപാടെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.